ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ സ്കാനിംഗ് സെന്ററിനെതിരെ നടപടി. 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് റദ്ദാക്കി. വിശദാംശങ്ങളുമായി ജസ്റ്റിന തോമസ് ആണ് ചേരുന്നത്. ജസ്റ്റിന, ഗുരുതര വീഴ്ചയാണ് സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ. അഞ്ജലി, ആലപ്പുഴയിൽ അപൂർവ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ സ്കാനിംഗ് സെന്ററുകൾക്ക് ഗുരുതര പിഴവ് സംഭവിച്ചതായിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 2 സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി ലൈസൻസും റദ്ദാക്കിയിരിക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മിഡാസ്, ശങ്കേഴ്സ് സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി സീൽ ചെയ്തത്. മാത്രമല്ല, ഈ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തന്നെ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുണ്ടായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2 വർഷം വരെ ഈ പരിശോധനാ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കണം എന്നുള്ള നിബന്ധനയുണ്ട്. പക്ഷെ ഇത് ലാബുകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ റെക്കോർഡുകൾ നശിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. നവംബർ 8-ാം തീയതിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവയവങ്ങൾ സ്ഥാനം മാറിയതടക്കം ഗുരുതര വൈകല്യങ്ങളോടുകൂടി കുഞ്ഞ് ജനിച്ചത്. ലജനത്തുവാട് നവറോജി പുരയിടത്തിൽ അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞാണ് ഈ ദുരിതം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഗർഭകാലത്ത് കടപ്പുറത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും വൈകല്യം തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രസവത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് കുട്ടിക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നതും. തുടർന്ന് സുറുമി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുഞ്ഞിന് ജന്മം നൽകുന്നതും. ഈ കുഞ്ഞിന്റെ പല അവയവങ്ങളും സ്ഥാനം മാറിയാണ്. മുഖത്തുള്ള കണ്ണുകളും ഒന്നും യഥാസ്ഥാനത്തല്ല ഉള്ളത്. കുഞ്ഞിന് മുലപ്പാൽ കുടിക്കുന്നതിനടക്കമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ അപൂർവ വൈകല്യമാണ് ഈ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്കാനിംഗ് സെന്ററുകളൊന്നും പരിശോധന നടത്തിയപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇതാണ് വലിയ ഗുരുതരമായ വീഴ്ച. അതായത് 3 മാസം പ്രായമുള്ളപ്പോൾ തന്നെ തിരിച്ചറിയപ്പെടേണ്ട വൈകല്യങ്ങൾ അതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പരാതിയായിട്ട് ഉന്നയിച്ചത്. തുടർന്ന് സ്കാനിംഗ് സെന്ററുകൾക്കെതിരെയും അതുപോലെ തന്നെ ഈ അമ്മയെ നോക്കിയിരുന്ന ഗർഭകാലത്ത് പരിചരിച്ചിരുന്ന കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്കെതിരെയും ഇവർ പരാതി നൽകുകയായിരുന്നു. പോലീസ് കേസെടുത്തു. 4 ഡോക്ടർമാർക്കെതിരെ ഉൾപ്പെടെ കേസെടുത്തിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുകയാണ്. പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യവകുപ്പിന്റെ പരിശോധനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി സീൽ ചെയ്തിരിക്കുന്നത്. ശരി. ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുട്ടി ജനിച്ചതിലാണ് സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്.